നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ മലയാളം പാർട്ട് 2 and 3 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് 91 ക്വസ്റ്റ്യനാണ്. കാഴ്ച പരിമിതിയും കേൾവി പരിമിതിയും ഉള്ള കുട്ടികൾ ഉൾപ്പെടുന്ന സ്കൂൾ അസംബ്ലിയിൽ അറിയിപ്പുകൾ എങ്ങനെയായിരിക്കണം? ഓപ്ഷൻസ് എ ശബ്ദരൂപത്തിലായിരിക്കണം, ബി ആംഗ്യഭാഷയിലായിരിക്കണം, സി ശബ്ദവും ചിഹ്നങ്ങളും ഉപയോഗിക്കണം, ഡി എഴുതി പ്രദർശിപ്പിക്കുകയും അവ ഉചിതമായ അംഗവിക്ഷേപണങ്ങളോടെ വായിച്ചു കേൾപ്പിക്കുകയും വേണം. ആൻസർ ഡി എഴുതി പ്രദർശിപ്പിക്കുകയും അവ ഉചിതമായ അംഗവിക്ഷേപണങ്ങളോടെ വായിച്ചു കേൾപ്പിക്കുകയും വേണം. 92 ക്വസ്റ്റ്യൻ. ദിക് പ്ലസ് മാത്രം എന്നത് ചേർത്തെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻസ് എ ദിക്ക് മാത്രം, ബി ദിങ് മാത്രം, സി ദിങ് മാത്രം. രണ്ടിന്റെയും അക്ഷരം നോക്കണം കേട്ടോ. ങ്ങായാണ്, ഒരെണ്ണത്തിൽ ങ്ങായും ഒരെണ്ണത്തിൽ ഇങ്ങയാണ്. ഡി ദിഗ് മാത്രം. ആൻസർ ബി ദിങ് മാത്രം. 93 ക്വസ്റ്റ്യൻ. കുഴി വെട്ടി മൂടുക വേദനകൾ, കുതിൽ കൊള്ളുക ശക്തിയിലേക്കു നമ്മൾ. ആരുടേതാണ് ഈ വരികൾ? ഓപ്ഷൻസ് എ ചങ്ങമ്പുഴ, ബി വൈലോപ്പിള്ളി, സി ഇടശ്ശേരി, ഡി വയലാർ. ആൻസർ സി ഇടശ്ശേരി. 94 ക്വസ്റ്റ്യൻ. ഉണ്ടു കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം എന്ന ചൊല്ലിന്റെ വ്യംഗ്യാർത്ഥം എന്ത്? ഓപ്ഷൻസ് എ ഉണ്ടിയിട്ട് കുളിക്കുന്നവനെ കാണുന്നത് അപശകുനമാണ്, ബി ഭക്ഷണത്തിന് മുമ്പ് കുളിക്കണം, സി ഊണിന് ശേഷം കുളിക്കരുത്, ഡി ഭക്ഷണത്തിനും മറ്റുമായി ധനം ധൂർത്തടിക്കരുത്. ആൻസർ ഡി ഭക്ഷണത്തിനും മറ്റുമായി ധനം ധൂർത്തടിക്കരുത്. 95 ക്വസ്റ്റ്യൻ. ശസ്ത്രക്രിയ എന്ന പദം വിഗ്രഹിക്കുന്നത് എങ്ങനെ? ഓപ്ഷൻസ് എ ശാസ്ത്രജ്ഞന്റെ ക്രിയ, ബി ശസ്ത്രത്തിനായുള്ള ക്രിയ, സി ശസ്ത്രവും ക്രിയയും, ഡി ശസ്ത്രത്തിന് വേണ്ടിയുള്ള ക്രിയ. ആൻസർ ബി ശസ്ത്രത്താലുള്ള ക്രിയ. 96 ക്വസ്റ്റ്യൻ. കുട്ടികളുടെ ഉച്ചാരണം മെച്ചപ്പെടുത്തുന്നതിന് നൽകുന്ന പ്രവർത്തനങ്ങളിൽ ആധുനിക ഭാഷാ ബോധനത്തിന് ഇണങ്ങുന്നത് ഏത്? ഓപ്ഷൻസ് എ ഓരോ അക്ഷരവും ആവർത്തിച്ച് ഉച്ചരിച്ച് പരിശീലിപ്പിക്കുന്നു, ബി പദങ്ങൾ ഉച്ചരിച്ച് പരിശീലിപ്പിക്കുന്നു, സി നല്ല ഉച്ചാരണത്തിലുള്ള സംഭാഷണവും വായനയും കേൾക്കാൻ ധാരാളം അവസരം നൽകുന്നു, ഡി ഉച്ചാരണ അവയവങ്ങൾ പരിചയപ്പെടുത്തുന്നു. ആൻസർ സി നല്ല ഉച്ചാരണത്തിനുള്ള സംഭാഷണവും വായനയും കേൾക്കാൻ ധാരാളം അവസരം നൽകുന്നു. 97 ക്വസ്റ്റ്യൻ. ഒരു കഥ പഠിക്കുമ്പോൾ കേൾവി പരിമിതിയുള്ള കുട്ടികൾ ഉൾപ്പെടുന്ന ക്ലാസ്സിൽ നൽകാവുന്ന പ്രവർത്തനം. ഓപ്ഷൻസ് എ കഥാസന്ദർഭങ്ങളുടെ അഭിനയം, ബി കഥ കവിതയാക്കി അവതരിപ്പിക്കുക, സി കഥാപ്രസംഗമായി അവതരിപ്പിക്കുക, ഡി കഥ ഉചിതമായ ഭാവത്തിൽ വായിച്ച് അവതരിപ്പിക്കുക. ആൻസർ എ കഥ സന്ദർഭങ്ങളുടെ അഭിനയം. 98 ക്വസ്റ്റ്യൻ. പ്രൈമറി ക്ലാസ്സുകളിൽ ചുവർ പത്രികകൾ എഴുതി പ്രദർശിപ്പിക്കുമ്പോൾ നേടുന്ന ഭാഷാശേഷികളിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻസ് എ അക്ഷരത്തെറ്റുകൾ പരിഹരിക്കുന്നു, ബി കൈയക്ഷരം മെച്ചപ്പെടുത്തുന്നു, സി ആത്മവിശ്വാസത്തോടെ ഭാഷ ഉപയോഗിക്കുന്നു, ഡി മത്സരബുദ്ധിയോടെ പങ്കാളികളാകുന്നു. ആൻസർ ഡി മത്സരബുദ്ധിയോടെ പങ്കാളികളാകുന്നു. 99 ക്വസ്റ്റ്യൻ. അടിച്ചെടുക്കുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ഓപ്ഷൻസ് എ തന്ത്രത്തിൽ കൈക്കലാക്കുക, ബി ആക്രമിച്ചു നേടുക, സി വിനയത്തിൽ ഒപ്പിക്കുക, ഡി യോഗ്യത കൊണ്ട് നേടുക. ആൻസർ എ തന്ത്രത്തിൽ കൈക്കലാക്കുക. 100 ക്വസ്റ്റ്യൻ. ആശയം വിശദീകരിക്കാൻ നൽകിയ ഭാഗത്തിലെ അപരിചിത പദങ്ങളുടെ അർത്ഥം കണ്ടെത്താൻ നിർദ്ദേശിക്കാവുന്ന മാർഗങ്ങളിൽ ഏറ്റവും ഉചിതമായത് ഏത്? ഓപ്ഷൻസ് എ സന്ദർഭത്തിൽ നിന്ന് അർത്ഥം കണ്ടെത്തി ആശയം വിശദീകരിക്കട്ടെ,
ബി അപരിചിത പദങ്ങളുടെ അർത്ഥം അധ്യാപിക നൽകും. സി സഹപാഠികളോട് ചോദിച്ച് അർത്ഥം കണ്ടെത്താം. ഡി നിഘണ്ടു നോക്കി അർത്ഥം കണ്ടെത്തട്ടെ. ആൻസർ എ സന്ദർഭത്തിൽ നിന്ന് അർത്ഥം കണ്ടെത്തി ആശയം വിശദീകരിക്കട്ടെ. 101-ാമത്തെ ക്വസ്റ്റ്യൻ. ബുദ്ധിക്ക് ബഹുമുഖത്വം ഉണ്ടെന്ന സിദ്ധാന്തം അവതരിപ്പിച്ചത് ആര്? ഓപ്ഷൻസ് എ ഡാനിയൽ ഗോൾമാൻ, ബി ഹവാർഡ് ഗാർഡ്നർ, സി ജെറോം എസ് ബ്രൂണർ, ഡി നോം ചോസ്കി. ആൻസർ ബി ഹവാർഡ് ഗാർഡ്നർ. 102-ാമത്തെ ക്വസ്റ്റ്യൻ. ഗദ്യരചനയിൽ വരുത്തുന്ന വാക്യത്തെറ്റ് തിരുത്തുവാൻ ഏറ്റവും ഉചിതമായ മാർഗം ഏത്? ഓപ്ഷൻസ് എ വ്യാകരണപരമായി എങ്ങനെയായിരിക്കണം വാക്യമെന്ന് പഠിപ്പിക്കും, ബി അധ്യാപിക തെറ്റു തിരുത്തി കൊടുക്കും, സി സഹപാഠികൾ എഴുതിയ ശരിയായ വാക്യങ്ങൾ വായിപ്പിക്കും, ഡി വാക്യത്തെറ്റു വന്നപ്പോൾ ആശയത്തിൽ വന്ന മാറ്റം കണ്ടെത്താനും സ്വയം തിരുത്താനും ഉതകുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കും. ആൻസർ ഡി വാക്യത്തെറ്റു വന്നപ്പോൾ ആശയത്തിൽ വന്ന മാറ്റം കണ്ടെത്താനും സ്വയം തിരുത്താനും ഉതകുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കും. 103-ാമത്തെ ക്വസ്റ്റ്യൻ. ആശയം കൊണ്ട് കൂട്ടത്തിൽ ചേരാത്തത് ഏത്? ഓപ്ഷൻസ് എ കൈ കൊക്കര വാ ചക്കര, ബി അകത്ത് കത്തിയും പുറത്ത് പത്തിയും, സി കൈ ആടിയാലേ വായാടൂ, ഡി അണപ്പല്ല് കടിച്ചുകൊണ്ട് മുൻപല്ല് ചിരിക്കുക. ആൻസർ സി കൈ ആടിയാലേ വായാടൂ. 104-ാമത്തെ ക്വസ്റ്റ്യൻ. ഓളങ്ങളാകുന്നൊരു കൈകൾ കൊണ്ടു താളം പിടിച്ചു നദി മെല്ലെ മെല്ലെ. ഇവിടെ നദി എന്ന പദത്തിനു പകരം അതിന്റെ പര്യായങ്ങളൊന്നും ചേരില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഓപ്ഷൻസ് എ താളം തെറ്റും, ബി വൃത്തഭംഗം വരും, സി നദിക്ക് ശബ്ദിക്കുന്നത് എന്നർത്ഥമുണ്ട്, ഡി നദി എന്ന പദമാണ് ഏറ്റവും മനോഹരമായത്. ആൻസർ സി നദിക്ക് ശബ്ദിക്കുന്നത് എന്നർത്ഥമുണ്ട്. 105-ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻസ് എ ആരാച്ചാർ നോവൽ, ബി ഒരു വെർജീനിയൻ വെയിൽക്കാലം യാത്രാവിവരണം, സി ഉജ്ജയിനി കവിതാ സമാഹാരം, ഡി അരങ്ങു കാണാത്ത നടൻ ആത്മകഥ. ആൻസർ ബി ഒരു വെർജീനിയൻ വെയിൽക്കാലം യാത്രാവിവരണം. 106-ാമത്തെ ക്വസ്റ്റ്യൻ. ക്ലാസ്സിൽ നടക്കുന്ന പഠന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതും ഊന്നൽ നൽകേണ്ടതുമായ ഘടകം ഏത്? ഓപ്ഷൻസ് എ പഠന പ്രക്രിയ, ബി പാഠഭാഗം, സി പഠനോൽപ്പന്നം, ഡി ഇവയ്ക്കെല്ലാം തുല്യ പ്രാധാന്യം. ആൻസർ എ പഠന പ്രക്രിയ. 107-ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ പോയി എന്നത് അനുപ്രയോഗമാകുന്നത് ഏതിൽ? ഓപ്ഷൻസ് എ ഞാൻ ഇന്നലെ അവിടെ ഒന്ന് പോയി വന്നു, ബി ഞാൻ സത്യമെല്ലാം പറഞ്ഞുപോയി, സി അക്കാലത്ത് എല്ലാവരും ഒത്തുപോയിരുന്നു, ഡി ഇന്നലെ അവിടെ പോയി ഇരുന്നു പോന്നു. ആൻസർ ബി ഞാൻ സത്യമെല്ലാം പറഞ്ഞുപോയി. 108-ാമത്തെ ക്വസ്റ്റ്യൻ. വിദ്യാർത്ഥിക്ക് സ്വന്തമായ ഒരു ഭാഷാ ശൈലി രൂപപ്പെടുത്താൻ നൽകുന്ന പ്രവർത്തനങ്ങളിൽ ആധുനിക പഠന ബോധന സിദ്ധാന്തവുമായി ചേരാത്തത് ഏത്? ഓപ്ഷൻസ് എ എഴുത്തുകാരുടെ വ്യത്യസ്ത ഭാഷാ ശൈലി പരിചയപ്പെടുത്തും, ബി അധ്യാപിക എഴുതുന്നത് പിന്തുടരാൻ ആവശ്യപ്പെടും, സി കുട്ടി സ്വന്തമായി എഴുതുന്നതിലെ മികവുകൾ ചൂണ്ടിക്കാട്ടി അഭിനന്ദിക്കും, ഡി വ്യത്യസ്ത ഭാഷാ വ്യവഹാര രൂപങ്ങളിലെ ഭാഷാ വ്യത്യാസം കണ്ടെത്താൻ അവസരമൊരുക്കും. ആൻസർ ബി അധ്യാപിക എഴുതുന്നത് പിന്തുടരാൻ ആവശ്യപ്പെടും. 109-ാമത്തെ ക്വസ്റ്റ്യൻ. ജന്മിത്ത ചൂഷണങ്ങൾക്കെതിരെ കുട്ടനാട്ടിലെ കർഷകർ സംഘം ചേർന്ന് പ്രതികരിച്ചതിന്റെ കഥ പറയുന്ന നോവൽ ഏത്? ഓപ്ഷൻസ് എ രണ്ടിടങ്ങഴി, ബി തോട്ടിയുടെ മകൻ, സി ഏണിപ്പടികൾ, ഡി അനുഭവങ്ങൾ പാളിച്ചകൾ.
ആൻസർ എ രണ്ടിടങ്ങഴി. 110ാമത്തെ ക്വസ്റ്റ്യൻ, ഭാഷാ പഠനത്തിന് ഏറ്റവും യോജിച്ചതേത്? ഓപ്ഷൻസ് എ പദാവതരണ രീതി, ബി ആശയാവതരണ രീതി, സി അക്ഷരാവതരണ രീതി, ഡി പാഠാവതരണ രീതി. ആൻസർ ബി ആശയാവതരണ രീതി. അടുത്ത 2 ക്വസ്റ്റ്യനും, അതായത് ഒരെണ്ണം പദ്യഭാഗം വായിച്ചിട്ട് ഉത്തരം എഴുതാനും ഒരെണ്ണം ഗദ്യഭാഗം വായിച്ചിട്ട് ഉത്തരം എഴുതാനാണ്. അപ്പൊ ആ രണ്ടും ഞാൻ വായിക്കുന്നില്ല. കൂട്ടുകാർ തന്നെ സ്വയം ഒന്ന് പദ്യം ഒന്ന് വായിച്ചു നോക്കാം, അതുപോലെ തന്നെ ഗദ്യം ഒന്ന് വായിച്ചിട്ട് അതിന്റെ ഉത്തരങ്ങൾ സ്വയം ഒന്ന് കണ്ടുപിടിക്കാം. ഞാനിവിടുത്തെ വെറുതെ വായിച്ചിട്ട് ഉത്തരം പറയുന്നതിൽ ഒരു അർത്ഥമില്ല. കൂട്ടുകാർ തന്നെ വായിച്ചിട്ട് കണ്ടുപിടിക്കുമ്പോൾ കുറച്ചുകൂടി സ്പീഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എക്സാമിന്റെ സമയത്ത് നമുക്ക് സമയം ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ്. ഇതേപോലത്തെ കുറെ കവിതകളും ഗദ്യങ്ങളൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വായിക്കാനുള്ളൊരു കഴിവ് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ കൂട്ടുകാർ തന്നെ സ്വയം ഈ ഗദ്യഭാഗവും പദ്യഭാഗവും വായിച്ചിട്ട് അതിന്റെ ഉത്തരങ്ങൾ സ്വയം ഒന്ന് കണ്ടുപിടിക്കണം കേട്ടോ. ഓക്കെ.
121 ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഉചിതമായ മറുപടി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ഏത്? ഓപ്ഷൻസ് എ കണ്ണിനു കണ്ണ്, ബി വെട്ടിനു തടവ്, സി 6ന് 100, ഡി ഉരുളക്കുപ്പേരി. ആൻസർ ഡി ഉരുളക്കുപ്പേരി. 122 ക്വസ്റ്റ്യൻ. ജ്ഞാനനിർമ്മിതിവാദം പഠനത്തെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? ഓപ്ഷൻസ് എ ശീലങ്ങളുടെ രൂപീകരണമാണ് പഠനം, ബി പഠിതാക്കളുടെ ശരിയായ പ്രതികരണങ്ങളെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് പഠനം, സി അധ്യാപകന്റെ പൂർണ്ണമായ മേൽനോട്ടത്തിൽ നടക്കേണ്ടതാണ് പഠനം, ഡി കുട്ടി തന്റെ ബുദ്ധി ഉപയോഗിച്ച് നടത്തുന്ന സങ്കീർണ പ്രക്രിയയുടെ ഫലമാണ് പഠനം. ആൻസർ ഡി കുട്ടി തന്റെ ബുദ്ധി ഉപയോഗിച്ച് നടത്തുന്ന സങ്കീർണ പ്രക്രിയയുടെ ഫലമാണ് പഠനം. 123 ക്വസ്റ്റ്യൻ. മനോരഥം എന്ന പദം വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻസ് എ മനസ്സിന്റെ രഥം, ബി മനസ്സാകുന്ന രഥം, സി മനസ്സും രഥവും, ഡി മനസ്സിലെ രഥം. ആൻസർ ബി മനസ്സാകുന്ന രഥം. 124 ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണം ഏത്? ഓപ്ഷൻസ് എ അക്കാലം, ബി വെഞ്ചാമരം, സി തിരുവോണം, ഡി ചെമ്പുകമ്പി. ആൻസർ സി തിരുവോണം. 125 ക്വസ്റ്റ്യൻ. ജ്ഞാനനിർമ്മിതിവാദത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ക്ലാസ്സിൽ അനുയോജ്യമല്ലാത്ത പഠന രീതി ഏത്? ഓപ്ഷൻസ് എ മനഃപാഠമാക്കൽ, ബി സംവാദം, സി പ്രോജക്റ്റ്, ഡി സെമിനാർ. ആൻസർ എ മനഃപാഠമാക്കൽ. 12 ക്വസ്റ്റ്യൻ. ഭാഷാ ക്ലാസ്സിൽ വിദ്യാർത്ഥികളുടെ രചനകൾ മെച്ചപ്പെടുത്തുന്ന പ്രക്രിയ നടക്കുമ്പോൾ ടീച്ചർ വേർഷൻ അവതരിപ്പിച്ച് താരതമ്യം ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ സന്ദർഭമേത്? ഓപ്ഷൻസ് എ വ്യക്തിഗത രചനയ്ക്ക് മുമ്പ്, ബി ഗ്രൂപ്പ് ചർച്ചയ്ക്കും പൊതുവായ അവതരണത്തിനും ശേഷം, സി എല്ലാവരും മെച്ചപ്പെടുത്തി എഴുതിയതിനു ശേഷം, ഡി ഏറ്റവും ഒടുവിൽ. ആൻസർ ബി ഗ്രൂപ്പ് ചർച്ചയ്ക്കും പൊതുവായ അവതരണത്തിനും ശേഷം. 127 ക്വസ്റ്റ്യൻ. നിരന്തര മൂല്യനിർണ്ണയത്തിന്റെ ഭാഗമായി ഭാഷയിലെ പഠന പ്രക്രിയ വിലയിരുത്തുമ്പോൾ അപ്രസക്തമായ സൂചകം ഏത്? ഓപ്ഷൻസ് എ പങ്കാളിത്തം, ബി ആശയധാരണ, സി ശേഷികളിൽ കൈവരിച്ച പുരോഗതി, ഡി കുട്ടിയുടെ പെരുമാറ്റ രീതികൾ. ആൻസർ ഡി കുട്ടിയുടെ പെരുമാറ്റ രീതികൾ. 128 ക്വസ്റ്റ്യൻ. വിദ്യാലയത്തിലെ വായനാ ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരു വർഷം നടപ്പാക്കിയ പ്രവർത്തനങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനായി തയ്യാറാക്കാവുന്ന ഏറ്റവും നൂതനവും ആകർഷകവുമായ ഉൽപ്പന്നം ഏത്? ഓപ്ഷൻസ് എ വീഡിയോ മാഗസിൻ, ബി ഡിജിറ്റൽ മാഗസിൻ, സി കൈയെഴുത്തു മാസിക, ഡി ഫോട്ടോ ആൽബം. ആൻസർ ബി ഡിജിറ്റൽ മാഗസിൻ. 129 ക്വസ്റ്റ്യൻ. പൊന്നു കായ്ക്കുന്ന മരമായാലും പുരയ്ക്കു ചാഞ്ഞാൽ മുറിക്കണം. ഈ പഴഞ്ചൊല്ലിന്റെ അർത്ഥമെന്ത്? ഓപ്ഷൻസ് എ സമ്പത്ത് കുമിയുമ്പോൾ തടസ്സങ്ങൾ നീക്കം ചെയ്യണം, ബി വീടിനു മുകളിലേക്ക് മരം ചാഞ്ഞാൽ എത്രയും വേഗം മുറിച്ചു മാറ്റണം, സി ഉത്കൃഷ്ടമായ വസ്തുവായാലും ദോഷഹേതുവാകുമെങ്കിൽ നശിപ്പിക്കണം, ഡി ഉത്കൃഷ്ടമല്ലാത്ത ബന്ധങ്ങൾ കുടുംബത്തിൽ വളരാൻ അനുവദിക്കരുത്. ആൻസർ സി ഉത്കൃഷ്ടമായ വസ്തുവായാലും ദോഷഹേതുകമാണെങ്കിൽ നശിപ്പിക്കണം. 130 ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പദം ഏത്? ആൻസർ സി ആണ്. 131 ക്വസ്റ്റ്യൻ. ഷാരടി മാഷ് എന്ന ഒരു അധ്യാപകന്റെയും മകൻ ചിന്നുകുട്ടന്റെയും ജീവിതകഥ പറയുന്ന സി രാധാകൃഷ്ണന്റെ നോവൽ ഏത്? ഓപ്ഷൻസ് എ തീക്കടൽ കടഞ്ഞ് തിരുമധുരം, ബി ബൃഹദാരണ്യകം, സി പുഴ മുതൽ പുഴ വരെ, ഡി മുൻപേ പറക്കുന്ന പക്ഷികൾ. ആൻസർ ബി
ബൃഹദാരണ്യകം. 132ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തവയിൽ ഒരു മെന്റർ ഇടപെടൽ നടത്തേണ്ട രീതി ഏത്? ഓപ്ഷൻസ് എ അനുഭവസ്ഥനായ മുൻഗാമി എന്ന നിലയിലും അനുകരണീയമായ മാതൃക പുലർത്തുന്ന വ്യക്തി എന്ന നിലയിലും, ബി വിഷയ അധ്യാപകൻ അധ്യാപിക എന്ന നിലയിലും സാമൂഹിക പ്രവർത്തക എന്ന നിലയിലും, സി രക്ഷാകർതൃ സമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന നിലയിൽ, ഡി മികച്ച വ്യക്തിത്വത്തിന്റെ ഉടമ എന്ന നിലയിലും വിദ്യാർത്ഥിക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന ആൾ എന്ന നിലയിലും. ആൻസർ എ അനുഭവസ്ഥനായ മുൻഗാമി എന്ന നിലയിലും അനുകരണീയമായ മാതൃക പുലർത്തുന്ന വ്യക്തി എന്ന നിലയിലും. 133ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിട്ടുള്ള വരികളുടെ സമാന താളമുള്ള വരികൾ കണ്ടെത്തുക. ഈ ക്വസ്റ്റ്യൻ സ്വയം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഈ കവിത ഒന്ന് വായിച്ചു നോക്കാം, അതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിക്കാം. ാമത്തെ ക്വസ്റ്റ്യൻ. മംഗളകരമായി ചെയ്തതു വെറുതെയായി. ഈ ആശയം വരുന്ന പഴഞ്ചൊല്ല് ഏത്? ഓപ്ഷൻസ് എ അടുപ്പിലെ തീയും പോയി വായിലെ തവിടും പോയി, ബി ചക്കിന് വച്ചത് കൊക്കിന് കൊണ്ടു, സി ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയി, ഡി വെളുക്കാൻ തേച്ചത് പാണ്ടായി. ആൻസർ സി ഗണപതിക്ക് വച്ചത് കാക്ക കൊണ്ടുപോയി. 135ാമത്തെ ക്വസ്റ്റ്യൻ. അതി പ്ലസ് ആകർഷം എന്ന് ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാകുന്നു? ഓപ്ഷൻസ് എ അതിയാകർഷം, ബി അത്യാകർഷം, സി അധ്യാകർഷം, ഡി അന്ത്യാകർഷം. ആൻസർ ബി അത്യാകർഷം. അടുത്തത് ഒരു പദ്യഭാഗമാണ്. പദ്യഭാഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വയം വായിച്ചു നോക്കുക. തുടർന്നുള്ള ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ഉത്തരം കണ്ടെത്താം കേട്ടോ.
141 ക്വസ്റ്റ്യൻ. വിലയിരുത്തൽ പ്രക്രിയയിൽ സാമൂഹിക വൈകാരിക മേഖലയിൽ ഉൾപ്പെടുത്തി മൂല്യനിർണ്ണയം ചെയ്യുന്ന ശേഷി ഏത്? ഓപ്ഷൻസ് എ ഉപന്യാസ രചന, ബി ശ്രാവ്യവായന, സി സഹഭാവം, ഡി നാടകീകരണം. ആൻസർ സി സഹഭാവം. 142 ക്വസ്റ്റ്യൻ. ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻസ് എ കളിയാക്കുക, ബി ജോലി ചെയ്യിക്കുക, സി കുറ്റപ്പെടുത്തുക, ഡി വേദനിപ്പിക്കുക. ആൻസർ എ കളിയാക്കുക. 143 ക്വസ്റ്റ്യൻ. പഠന വൈകല്യം പ്രകടിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ സ്വഭാവ സവിശേഷതകൾ ഉൾപ്പെടാത്ത നിരീക്ഷണം ഏത്? ഓപ്ഷൻസ് എ വസ്തുതകളും പ്രവർത്തനങ്ങളും ഏകീകരിക്കുന്നതിനും സംയോജിപ്പിക്കുന്നതിനും വിഷമം നേരിടുന്നു, ബി വേഗത്തിൽ വൈകാരിക സംഘർഷങ്ങൾക്ക് അടിമപ്പെടുന്നു, സി ഏകാഗ്രതയില്ലായ്മ, ഡി സംസാരത്തിനും പഠനത്തിനും കാര്യമായ ന്യൂനതകൾ ദർശിക്കാൻ കഴിയുന്നില്ല. ആൻസർ ഡി സംസാരത്തിനും പഠനത്തിനും കാര്യമായ ന്യൂനതകൾ ദർശിക്കാൻ കഴിയില്ല. 144 ക്വസ്റ്റ്യൻ. അറിവിന്റെ സമീപസ്ഥ വികസന മണ്ഡലം സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന ആശയം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻസ് എ ജീൻ പിയാഷെ, ബി നോം ചോസ്കി, സി ബ്രൂണർ, ഡി വൈഗോസ്കി. ആൻസർ ഡി വൈഗോസ്കി. 145 ക്വസ്റ്റ്യൻ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി സ്ഥിരമായി അക്ഷരങ്ങൾ തെറ്റിച്ചെഴുതുകയും വാക്കുകൾ പല വലിപ്പത്തിൽ എഴുതുകയും ചെയ്യുന്നു. ഈ കുട്ടിയിൽ ഏത് വിധത്തിലുള്ള പരിമിതിയുടെ സാധ്യതയാണ് ഉള്ളത്? ഓപ്ഷൻസ് എ ഡിസ്ഗ്രാഫിയ, ബി ഡിസ്കാൽക്കുലിയ, സി ഓട്ടിസം, ഡി റെറ്റ് സിൻഡ്രോം. ആൻസർ എ ഡിസ്ഗ്രാഫിയ. ഇനി ഉള്ള 146 മുതൽ 150 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒരു ഗദ്യഭാഗമാണ്. ഗദ്യഭാഗം വായിച്ചിട്ട് ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് തന്നെയും ഒന്ന് കൂട്ടുകാരൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.